വേദിയിൽ ഈ ചടങ്ങിൽ സദസ്സിൻ്റെ എന്നെ സംബന്ധിച്ച സദസ്സിൻ്റെ മൂന്നാമത്തെ വേദിയാണ്. സന്തോഷ് കുമാറിൻ്റെ അന്ധകാരനഴി, പിന്നെ തപോമയുടെ അച്ഛൻ പോലെയുള്ള കൃതികളൊക്കെ മുമ്പ് ഈ വേദിയിൽ സംസാരിച്ചത് ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഓർക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട കൃഷ്ണനായ സാർ എൻ്റെ ഒരു ജ്യേഷ്ഠ സുഹൃത്ത് പോലെ ഞാൻ കാണുന്ന ശ്രീ PF മാത്യൂസ്, ശ്രീമതി വിദ്യ, അവർ നേരിൽ പരിചയമില്ലെങ്കിൽ ഇവിടെ സന്നിഹിതരായിട്ടുള്ള പ്രിയമുള്ളവരെ, വളരെ പ്രധാനപ്പെട്ടൊരു ചിന്ത എനിക്ക് തോന്നിയത് ഇന്നത്തെ ഈ വേദിയിൽ ഈ പുസ്തക ചർച്ചയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അതിൻ്റെ ഒരു ആരംഭമായി വരുന്നത് സുരാസുര. ഒരു സുരാസു സ്മൃതി എന്നത് എത്രയും പ്രധാനപ്പെട്ട ഒന്നായി തീരുന്ന ഒരു കാര്യം ആയിട്ട് ഈ പുസ്തക ചർച്ചയെ പോലും കാണാം. കാരണം സുരാസുവിലെ നിഷേധിയുടെ കാതൽ എന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അരാജകത്വത്തിൻ്റെ അഗ്നി എന്നത് പല തലങ്ങളിൽ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു, പരാമർശിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ബഹുമുഖത്വം. പക്ഷേ വിട്ടുവീഴ്ചയില്ലാത്ത അത്തരം പോരാട്ടങ്ങൾ, അത്തരം അടയാളപ്പെടുത്തലുകൾ ശ്രീ PF മാത്യൂസ് കുറച്ചും സൂചിപ്പിച്ചതുപോലെ അത് ഓർമ്മിക്കാൻ കഴിയുക എന്നത്, അല്ലെങ്കിൽ അത് ഓർമ്മിക്കുന്ന ഒരു സമൂഹം ബാക്കിയുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി കണക്കാക്കേണ്ടി വരുന്നു. എല്ലാ ഓർമ്മകളും മാഞ്ഞു പോകുന്ന, ഓർമ്മകളിൽ നിന്ന് തെന്നിപ്പോകുന്ന ഒരു സമൂഹം ആത്യന്തികമായി, നേരത്തെ തന്നെ മാർക്കേസിനെ പോലെയൊക്കെയുള്ള ആളുകൾ എഴുതിയിട്ടുള്ളതുപോലെ, ജീവിക്കുക എന്നത് അല്ല ജീവിതം, ഓർമ്മിക്കുക എന്നത് കൂടിയാണ്, അല്ലെങ്കിൽ ഓർമ്മിക്കുക എന്നതാണ് ജീവിതം എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ ആ ഓർമ്മയുടെ ഒരു പ്രതിരോധം സാധ്യമാകുന്നുണ്ടോ എന്നത് ചോദ്യമാണ്. ഓർമ്മ ഒരേ സമയം പ്രതിരോധവും ആത്മബോധവുമായി നിലനിൽക്കുമ്പോഴാണ് ഒരാൾ അയാളുടെ സ്വത്വം തീർച്ചയായിട്ടും ഒന്നുകൂടി നവീകരിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നത് എന്ന് കൂടി പറയുന്നു. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ സുരാസുവിൽ നിന്ന് വരയ്ക്കുന്ന ഒരു വര ശ്രീ PF മാത്യൂസിലേക്ക് കൂടി വന്നെത്തി നിൽക്കുന്നു. അതൊരു സമാന്തര ഭാവകത്വത്തിന്റെ ഒരു വരയല്ലേ എന്നാണ് ഞാൻ അവിടെ ഇരുന്ന് ആലോചിച്ചത്. അത് ഒരു നിലനിൽക്കുന്ന ഭാവകത്വത്തിന്റെ, നിലനിൽക്കുന്ന സൗന്ദര്യശാസ്ത്രത്തിന്റെ, നിലനിൽക്കുന്ന ഒരു കഥ പറച്ചിലിന്റെയൊക്കെ മറ്റൊരു തലം കണ്ടെത്താനുള്ള, അല്ലെങ്കിൽ ഇനി ഇതുപോലെ ഒന്ന് ആവശ്യമുണ്ടോ എന്ന ചോദ്യത്തിന്റെ മറുപടിയായി കൂടിയാണ് അദ്ദേഹം പറഞ്ഞ ചില കഥാകൃത്തുക്കളെ. അതിൽ അശോകനെ കുറിച്ച് ഞാൻ മുമ്പ് എഴുതിയിട്ടുണ്ട്. പക്ഷേ അതുപോലെയുള്ള ആളുകളെ, എഴുത്തുകാരെ, ഈ അപ്പക്കൂടുകാരന്റെ ഭാഷണങ്ങളെ കുറിച്ചാണ് മാതൃഭൂമിയിൽ മുമ്പ് വളരുന്ന സാഹിത്യത്തിൽ എഴുതിയിട്ടുള്ളത്, ഓർക്കുകയാണ്. അത് വളരെ വായനക്കാരെ പ്രകോപിപ്പിക്കുന്ന ഒരു പുസ്തകം. അങ്ങനെയുള്ള പുസ്തകം, അങ്ങനെയുള്ള എഴുത്തുകാർ മറവിയിലേക്ക് പോകും. മറവിയല്ല, പറയപ്പെടാതെ പോകും. ചാവുനിലം പോലൊരു പുസ്തകം, മാത്യൂസിന്റെ തന്നെ പുസ്തകം വേണ്ടതുപോലെ പറയപ്പെട്ടുവോ എന്ന ചോദ്യം അങ്ങനെയാണ് വരുന്നത്. പക്ഷെ അപ്പോഴും മാത്യൂസായി നിലകൊള്ളും. ഇപ്പോഴും തന്റെ എഴുത്തിനെ സംബന്ധിച്ച അല്ലെങ്കിൽ ആവിഷ്കാരത്തെ സംബന്ധിച്ച അനുഭവം അദ്ദേഹം കലർപ്പില്ലാതെ ഇവിടെ പറയുന്നു. ഇത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അത് വിപണിക്ക് വേണ്ടി വഴങ്ങുന്നില്ല, അത് മറ്റൊന്നിനും വേണ്ടി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം ചാവുനിലമോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിപ്പോ അടിയാള പ്രേതമോ പിന്നെ കടലിന്റെ മണമോ കാണായ്മയോ ഒക്കെ എഴുതുമ്പോൾ സംഭവിക്കുന്ന ഈ പറഞ്ഞ എഴുത്തിലെ നിരന്തരമായ ചില പരീക്ഷണങ്ങളുടെയും അന്വേഷണങ്ങളുടെയും തലം അത് നിരന്തരമായ
മാത്യൂസിന്റെ എഴുത്ത് നിലനിർത്തുന്നു. അപ്പൊ ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മേദിനെ കുറിച്ച് 80 വയസ്സായ പശ്ചാത്തലത്തിൽ, അദ്ദേഹമായി ഫോൺ ഭാഷണം കൂടി കഴിഞ്ഞ പശ്ചാത്തലത്തിൽ ഞാനൊരു ലേഖനം എഴുതുകയുണ്ടായി. അതിന്റെ പേര് ഭാഷയുടെയും ഭാവുകത്വത്തിന്റെയും റൂബിക്സ് ക്യൂബ് എന്നാണ്. ആയിരുന്നു നിതാന്തമായ ഒരു പസിൽ, ഒരു ജിക്സോ പസിൽ പോലെ നിങ്ങളുടെ ഭാവുകത്വത്തെ അത് പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലായ്പ്പോഴും എല്ലാ എഴുത്തും നിങ്ങളിൽ എത്തുന്നുണ്ടോ എന്നത് പോലും ചോദ്യമാണ്. അത് മുമ്പ് ജയനാരായണനെ പോലെയുള്ള വളരെ വ്യത്യസ്തരായ ഇതുപോലെയുള്ള പരീക്ഷണങ്ങൾ നടത്തിയ ആളുകൾ, ജാസക്കിനെ കൊല്ലരുത് പോലെയുള്ള വ്യത്യസ്തങ്ങളായ രചനകൾ നടത്തിയിട്ടും മുന്നേ നടന്നവർ അതുപോലെയുണ്ട്. അവർ മുഖ്യധാരയുടെ ഈ പറഞ്ഞ സ്വഭാവങ്ങൾക്ക് വഴങ്ങാത്ത വിധം മുന്നോട്ട് പോകുന്നു. അതിന്റെ ആവിഷ്കാരത്തിന്റെ തലം അങ്ങനെയാണ്. ഇപ്പോ ഞാൻ മുൻപ് ക്യാമ്പിൽ ഒരു പെട്ടെന്ന് ഓർമ്മിക്കുകയാണ്, ഈ പറഞ്ഞതുപോലെ കോവിലനാകുന്നതിന് മുമ്പ് തന്റെ ഒരു രചനയുമായി ബഷീറിന്റെ അടുത്ത് പോയതിന്റെ ഓർമ്മ കോവിലൻ പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്, നേരിൽ കേട്ടിട്ടുണ്ട്. അതില് അദ്ദേഹം പറയുന്ന കൗതുകകരമായ കാര്യം, കൊണ്ടുപോയി കൊടുത്തു, ബഷീറൊക്കെ നോക്കി എന്താ വന്നത്, എങ്ങനെയാണ് എഴുതി എന്നൊക്കെയാണ്. അപ്പോ ഒരു ചോദ്യം, വ്യാസൻ മുതൽ വൈക്കം മുഹമ്മദ് ബഷീർ വരെ ഇപ്പൊ ഇവിടെ ഉള്ളപ്പോൾ നീ എന്തിനെഴുതുന്നു? നീ എന്താണ് വ്യത്യസ്തമായി, അല്ലെങ്കിൽ എന്താണ് എഴുതിയിട്ടുള്ളത്? അപ്പോ കോവിലിന് അന്നത്തെ അയ്യപ്പൻ ഇതെല്ലാം മടക്കി തിരിച്ചുപോയി എന്നും, പക്ഷെ ആ ചോദ്യം തന്നെ കത്തിച്ചു വിട്ടു എന്നും, ഇനി താൻ എന്തിനെഴുതുന്നു, എന്തായിരിക്കണം ഇനി തന്റെ എഴുത്ത്, എന്തായിരിക്കണം തന്റെ ഇനി എഴുതുന്നുണ്ടെങ്കിൽ. അപ്പൊ ഇപ്പൊ അങ്ങനെ ഒരു എഴുത്തിനുള്ള തന്നെ എഴുത്തുകാരനില്ല, തന്റെ ആവശ്യമില്ല എന്ന് ആദ്യം മനസ്സിലാക്കിയത് പിന്നീട് അല്ല, വ്യത്യസ്തനായ ഒരു തന്നെ ആവശ്യമുണ്ട് എന്ന രീതിയിൽ അദ്ദേഹം മനസ്സിലാക്കുകയും അതൊരു പുതിയ എഴുത്തിന്റെ കൈവപ്പെട്ടുകൊണ്ട് മലയാളത്തിലേക്ക് കടന്നു വരികയും ചെയ്യുന്ന ഒരു പശ്ചാത്തലം അദ്ദേഹം പറയുന്നു. ഇതെല്ലായിടത്തും അതാണ് കാലത്ത്. ഈ കാലത്തിന്റെ ദാസൻ എന്നത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. സത്യവും അത് എത്ര കണ്ട് കാലത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് പ്രതിനിധാനം ചെയ്യുന്നു, പ്രതിഫലിപ്പിക്കുന്നു എന്ന ചോദ്യം എല്ലായ്പ്പോഴും എഴുത്തിൽ കടന്നു വരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം കോമിക് അല്ലെങ്കിൽ സ്ട്രിറ്റ് നോവൽസിനെ കുറിച്ച് കൂടി അതുകൂടി ഇന്നത്തെ പ്രധാനപ്പെട്ട ആവിഷ്കാരമായി അവതരിപ്പിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ അത് അപ്പുറത്തുണ്ട് എന്ന കൃത്യമായ ഓർമ്മപ്പെടുത്തൽ കൂടി വരുന്നത്. കാരണം പുതിയ പുതിയ രൂപങ്ങൾ, ഈ ആവിഷ്കാരത്തിന്റെ നവ രൂപങ്ങൾ എങ്ങനെ നിലനിൽക്കുന്നു, അത് എങ്ങനെ നമ്മളോട് സംവദിക്കുന്നു എന്നതും കൂടി നമ്മൾ ഈ വഴികൾ, എഴുത്തിന്റെയും ആവിഷ്കാരത്തിന്റെയും വഴികളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കടന്നു വരും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട സത്യമാണ്. അത് മാത്രമല്ല, അത് എല്ലാ കാലത്തെയും പലതരത്തിൽ ഒരേ ചോദ്യത്തിന് ഒരുപക്ഷെ അതിനെ സമീപിക്കുന്ന മാർഗങ്ങൾക്ക് വ്യത്യാസമുണ്ടാകും. ബഷീറിന്റെ ഒരു കഥാപാത്രം ബഷീർ തന്നെയാണല്ലോ ബഷീറിന്റെ കഥാപാത്രം. അപ്പൊ അദ്ദേഹം പിന്നെ ഒരാൾ ചോദിക്കുന്നുണ്ട്, എന്താ ഇപ്പോ നുണക്കഥയൊന്നും എഴുതുന്നില്ലേ എന്ന് പിന്നെ ബഷീറിനോട് ചോദിക്കുകയാണ്. അപ്പൊ ബഷീറിന്റെ ഈ കഥാപാത്രം മറുപടി പറയുന്നത്, സത്യമായ ചരിത്രം കഥ പോലെ എഴുതുന്നു എന്നുള്ളത്. അപ്പൊ സത്യമായ ചരിത്രം നുണ പോലെ എഴുതുന്നു എന്നും വായിക്കാം. ഇതിനെ അപ്പൊ നമ്മൾ ഈ കാലത്തെയും അനുഭവത്തെയും ചരിത്രത്തെയും എങ്ങനെ സമീപിക്കുന്നു എന്നതിനനുസരിച്ചാണ് ഒരു എഴുത്തുകാരൻ അതിന്റെ പെർസ്പെക്റ്റീവ് സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അത് വളരെ പ്രധാനം. അത് ഓരോരുത്തരുടെയും ഓറിയന്റേഷനുമായി അഗാധമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എംടിയിൽ നിന്ന് മേദിലേക്ക് ഭാവുകപരമായി നാം ഒരു ബന്ധിപ്പിക്കൽ നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷെ എംടിയുടെ സ്പേസും മേദിന്റെ സ്പേസും നിലനിൽക്കുന്ന ഒരു ഭാവുകത്വ മണ്ഡലമാണ് സാഹിത്യമായി നിലനിൽക്കുന്നത്. അപ്പൊ ഭാവുകത്വത്തിന്റെ ബഹുസ്വരത, അതിന്റെ പ്ലൂരാലിറ്റി എല്ലായ്പ്പോഴും അതിന്റെ ഒരു സ്കോപ്പാണ്. അപ്പോൾ പുതിയ ആവിഷ്കാരത്തിൽ ഈ പറഞ്ഞതുപോലെ വീണ്ടും എങ്ങനെയാണത് സ്വയം പുതുക്കുന്നത്? ഒരു പുതിയ നോവൽ വരുമ്പോൾ ഇന്നലെ വരെ ഞാൻ വായിച്ച നോവലിൽ നിന്ന് അത് ഇന്ന് എനിക്ക് എന്ത് കുതിപ്പാണ് അനുഭവപരമായി നൽകുന്നത് എന്നത്. ഈ അനുഭവം എന്ന വാക്ക് പോലും വലിയ ചോദ്യത്തിലായി കഴിഞ്ഞ ഒരു പശ്ചാത്തലം ഉണ്ട്. അതാണ് ഈ എഐയെ കുറിച്ചൊക്കെ പറയുമ്പോഴുള്ള ഒരു ക്വസ്റ്റ്യൻ. അത് ഒറിജിനാലിറ്റി എന്ന അല്ലെങ്കിൽ മൗലികത എന്ന സംഗതിയെ ചോദ്യം ചെയ്യുന്നതാണ്. അങ്ങനെ ഒരു മൗലികത എഴുത്തിൽ സൗന്ദര്യശാസ്ത്രപരമായി നിലനിൽക്കുന്നുണ്ടോ എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. മുൻപ് നൃത്തം എന്ന കൃതി മുകുന്ദൻ എഴുതുന്ന സമയത്ത്
അതിനെക്കുറിച്ച് എഴുതി വരുമ്പോൾ അതിന്റെ ടെക്സ്റ്റ് അന്ന് ഈ പറഞ്ഞ സൈബർ കഫേ തന്നെ വളരെ വിരളമായിട്ടേ ആയിട്ടുള്ളൂ. അതായത് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ മലയാളി പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളൂ. ഇമെയിൽ എന്നൊക്കെ പറയുന്ന പിന്നെ എന്താ പറയുക, വിനിമയോപാധി എല്ലാവർക്കും കേട്ടുകേൾവി മാത്രം. ഇങ്ങനെയുണ്ട്, കമ്പ്യൂട്ടറിലൂടെ മെയിൽ അയക്കാൻ കഴിയും എന്നൊക്കെ കേട്ടുകേൾവിയായി നിൽക്കുന്ന അത് വ്യാപിക്കുന്നതേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് അറിയാത്ത പോലീസുകാരനെയൊക്കെ കഥാപാത്രം കളിയാക്കുന്നുണ്ട്. പക്ഷെ പിന്നീട് പോലീസുകാരൊക്കെ സ്വന്തമായി വേറെ കഫേകളൊക്കെ നാട്ടിൽ സ്ഥാപിച്ച പിന്നൊരു കാലം വരികയും ചെയ്തു. ഇപ്പൊ കഫേകൾ ഇല്ലാതായി, എല്ലാവരും സ്വന്തം നിലയിൽ ഇതെല്ലാം അവനവന്റെ മൊബൈലിലും മറ്റും ചെയ്യുന്നു. അങ്ങനെ കാലം വളരെ സ്പീഡിൽ സ്പന്ദിക്കുന്ന ഒരു ഘട്ടത്തിൽ ഈ സ്പീഡിനൊപ്പം പോകാൻ കഴിയുമോ എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. അത് ആവിഷ്കാരത്തിന്റെയും ചോദ്യമാണ്. അങ്ങനെ ഞാൻ പറയുന്നത് അതുകൊണ്ടല്ല, അതല്ല. അതിനൊരു ലേഖനം വന്ന് പിന്നെ ഒരു വിശേഷാൽ പതിപ്പിൽ മാതൃഭൂമിയുടെ ഒരു ലേഖനം അയച്ചത്, എൻ്റെ ഒരു ലേഖനം, അതിലാണ് അടിച്ചു വന്നത്. അന്ന് അതിന് ശീർഷകം എഴുതുമ്പോൾ ഈ പ്രതീതി യാഥാർത്ഥ്യം എന്നൊരു സംഗതി വെർച്വൽ റിയാലിറ്റിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ 90കളുടെ അവസാന, അല്ലെങ്കിൽ 2007-2008 പീരീഡിലാണെന്നാണ് ഓർമ്മ. ആ സമയത്താണ്. അപ്പോൾ സാങ്കേതികത എന്നൊരു വാക്ക് അവിടെയുണ്ട്. അപ്പോൾ നമ്മളത് ഒരു കൊയനേജ് ആയിട്ട് സാഹിത്യത എന്നൊരു വാക്ക് കൂടി എഴുതുകയാണ്. സാഹിത്യതയും സാങ്കേതികതയും. അതാണ് വേറെ അർത്ഥത്തിൽ ഞാൻ മാത്യൂസ് അദ്ദേഹം സംസാരിക്കുമ്പോൾ ശ്രദ്ധാപൂർവം നിരീക്ഷിച്ച ഒരു കാര്യം, ഇതൊരു ചോദ്യമാണ്. ഇതിൽ സാഹിത്യത വേഴ്സസ് സാങ്കേതികത, അത് ഒന്നുകൂടി തീവ്രമായ ഒരു തലത്തിൽ ഇപ്പോൾ നിൽക്കുകയാണ്. നിങ്ങൾ സാഹിത്യത അല്ലെങ്കിൽ സാങ്കേതികത, ഇത് തമ്മിലുള്ള ഈ സംഘർഷത്തിൽ, അതിന് ഒരുപക്ഷെ ഇത് ജയപരാജയങ്ങളുടെ ഒരു കാര്യമല്ല, ഇതൊരു ഗുണാത്മകമായ ഉൽപാദനപരമായ സംഘർഷമാകും. ഉൽപാദനപരമായ സംഘർഷമായേ പറ്റൂ. അങ്ങനെ ഒന്നിന് മാത്രമാണ് നിൽക്കാൻ കഴിയുക. അങ്ങനെയാണെങ്കിലും ഈ പറഞ്ഞ സാങ്കേതികതയുടെ വെർച്വൽ റിയാലിറ്റിക്ക് മുകളിൽ അനുഭവങ്ങളുടെ സാഹിത്യത നിൽക്കും എന്നാണ് അന്ന് എഴുതാൻ ശ്രമിച്ചത്. അവിടെയാണ് ഈ ആഴം അനുഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ആ അനുഭവം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഒരു വളരെ ഋജുവായ ആവിഷ്കാരത്തിന്റെ ഒരു ഘടകം അതിൽ കടന്നു വരുമ്പോൾ തന്നെയാണ്. ഒരാളും ഒരു പുസ്തകം മറ്റൊരാളെ പോലെ വായിക്കുന്നില്ല എന്ന് നാം പറയുന്നതിന്റെ അർത്ഥം അതാണ്. ഒരു കഥാപാത്രത്തെയും അല്ലെങ്കിൽ ഒരു അനുഭവത്തെയും ഒരു സന്ദർഭത്തെയും ഒരു കൃതിയിൽ അല്ലെങ്കിൽ ഒരു രചനയിൽ ഒരു ചിത്രത്തിൽ ഒരു ഭാവുകത്വപരമായ ഒരു അംശവും മറ്റൊരാൾ അതുപോലെ സ്വാംശീകരിക്കുന്നില്ല. അത് അയാളുടേതായ ഒരു ഇടത്തിൽ വെച്ചാണ് സ്വാംശീകരിക്കുന്നത്. അങ്ങനെ ഓരോ ചിത്രവും ഓരോ പുസ്തകവും നവീനമായ ഓരോ പുസ്തകമായ വ്യക്തികളിൽ നിൽക്കുന്നു, നീങ്ങുന്നു. അവിടെയാണ് ഈ പ്രതീതി യാഥാർത്ഥ്യം അനുഭവവുമായിട്ട് കോറിലേറ്റ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം ഉണ്ടാകുന്നത് എന്ന് പറയേണ്ടി വരും. ഞാൻ അങ്ങനെ പറയാൻ വരുമ്പോൾ ഈ സാഹിത്യത എന്നതൊരു കൊയനേജാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വാക്ക് ഇല്ല, ഉണ്ടാക്കുന്നതാണ്, ഉണ്ടാക്കിയതാണ്. അങ്ങനെയാണ് അത് അടിച്ചു വന്നത്. അത് പറയാൻ കാരണം അതുപോലെയാണ്. ഈ കാണായ്മ എന്ന പുസ്തകത്തിന്റെ ശീർഷകം അല്ലെങ്കിൽ അങ്ങനെ ഒരു വാക്ക് ഒരു കൊയനേജാണ്. അങ്ങനെ ഒരു വാക്ക് മലയാളം പ്രയോഗിക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്നില്ല, പൊതുവിൽ ഉണ്ടായിട്ടില്ല. അപ്പോ അത് നമ്മളിപ്പോ പേഴ്സണാലിറ്റി, പിന്നീട് ചില പുതിയ വാക്കുകളെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് മലയാളത്തിൽ. ആളത്തം എന്നൊക്കെ പറയും, പേഴ്സണാലിറ്റി എന്നതിനൊക്കെ പറയുന്ന പോലെ ഇങ്ങനെ പുതിയ പുതിയ എഴുത്താൾ ഈ ജെൻഡർ ന്യൂട്രലായിട്ട് വാക്കുകൾ വരുന്നു. അങ്ങനെ വാക്കുകൾ രൂപപ്പെടുന്നതിന്റെ ചില പശ്ചാത്തലം അവിടെ പ്രധാനമായിട്ട് വരുന്നു. എങ്കിലും എനിക്ക് തോന്നുന്നത് അങ്ങനെ പ്രത്യേകമായ വലിയ ഒരു ദർശന പദ്ധതി അല്ലെങ്കിൽ ദാർശനിക സ്വഭാവത്തോടെ എഴുത്തിനെ അല്ലെങ്കിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു എഴുത്തുകാരനാണ് PF മാത്യൂസ് എന്ന് തോന്നിയിട്ടില്ല. പക്ഷേ എപ്പോഴും നിഗൂഢമായ ഇരുണ്ട സ്ഥലികൾ, നിഗൂഢ സ്ഥലികൾ അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടമായി കടന്നു വരുന്നത് കാണാം. ഒരുപക്ഷെ PF മാത്യൂസിന്റെ ആ ഒരു എഴുത്തുകാരന്റെ സിഗ്നേച്ചറായി മാറുന്നത് ഈ പറഞ്ഞ അദൃശ്യമായ സംഗതികളുടെ അന്വേഷണമായി മാറുകയാണ്. കാണായ്മ എന്ന നോവലില് പ്രത്യക്ഷമായി വരുന്നുണ്ടെങ്കിലും പരോക്ഷമായി അത് PF മാത്യൂസിൽ നിലകൊള്ളുന്നു എന്ന് വേണം പറയാൻ. അല്ലെങ്കിൽ നാം ഇപ്പോ മിഖായേൽ ആശയം സൃഷ്ടിക്കുന്ന ഈ പറയുന്ന
അദ്ദേഹത്തിന്റെ ആദ്യ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉള്ള കൃതിയിൽ ആ സ്ഥലവും അതിലെ അല്ലെങ്കിൽ ഈ പാതാളക്കുളമോ അതിലൊക്കെ അതിൽ നിന്ന് വരുന്ന അനുഭവങ്ങൾ, അതിൻ്റെ ഇരുട്ട്, അവിടെ നടക്കുന്ന നിഗൂഢമായ അനുഭവങ്ങളുടെ ലോകം, ഇതെല്ലാം സൃഷ്ടിക്കുന്ന സംഘർഷം, അവിടെ എല്ലാം അരാജകത്വത്തിന്റെ ഈ പറഞ്ഞ അല്ലെങ്കിൽ ഒരു കെട്ടഴിഞ്ഞ ഒരു ജീവിത അവസ്ഥയുടെ സങ്കീർണമായ സ്ഥിരമായ വിന്യാസം സൃഷ്ടിക്കപ്പെടുന്നത് കാണാം. അപ്പോ അങ്ങനെ ഒരു ചാവുനിലം അല്ലെങ്കിൽ പണ്ട് വിജയനാഥ് പാഴുതറ എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്, ഇത് അതിനെ ഒന്നും കൂടി മാറ്റിയിട്ട് ഒരു പാഴുനിലമായി തന്നെ ചാവുനിലം നിലകൊള്ളുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അദ്ദേഹം ആദ്യ നോവലിൽ. അത് മലയാള നോവലിന്റെ പൊതു സ്വഭാവത്തിൽ നിന്ന് വ്യതിചലിച്ച് അത് സ്വന്തം നിലയ്ക്ക് മാറി നിന്ന ഒരു കൃതി തന്നെയായിരുന്നു. അതിന്റെ വായന ഒരു പക്ഷെ പിന്നീടാണ് അതിന്റെ റീറീഡിങ്ങിലൂടെ ഒരുപക്ഷെ കണ്ടെത്തപ്പെടുന്നത്, ഇനിയും കണ്ടെത്തപ്പെടേണ്ടിയിരിക്കുന്നു എന്ന് പറയുന്ന വിധത്തിൽ ഉള്ളത്. അത് നമ്മളെല്ലാ പല എഴുത്തുകാരെയും പെട്ടെന്ന് നമ്മളങ്ങ് ഒരു ന്യൂനീകരിച്ച് ഒരിടത്തേക്ക് വയ്ക്കും. അത് കുഞ്ഞിരാമൻ നായരെ ഒരു ഇത് പറഞ്ഞ് എന്തെങ്കിലും പേരിൽ നിർത്തിയെങ്കിൽ പിന്നീട് അദ്ദേഹത്തിന്റെ പാരിസ്ഥിതികാംശങ്ങൾ അല്ലെങ്കിൽ മറ്റ് ഘടകങ്ങളൊക്കെ പിന്നീട് റീറീഡിങ്ങിലൂടെ മലയാളം പുതിയതായി കണ്ടെത്തുമ്പോഴാണ് ഈ എഴുത്തുകാരുടെ വലിയ അടരുകളിലേക്ക് നാം യഥാർത്ഥമായി പോകുന്നത് എന്ന് വേണം പറയാം. അപ്പോ ബോധാബോധങ്ങളുടെ തലങ്ങളിൽ നിൽക്കുമ്പോൾ ഈശിയെ പോലെയൊക്കെയുള്ള ചാവുനിലത്തിലെ കഥാപാത്രം ഞാൻ ഇപ്പോൾ പെട്ടെന്ന് ഓർക്കുകയാണ്. അവിടുത്തെ ദീനം ഒരു വിലാപം പോലെ അല്ലെങ്കിൽ വലിയ തോതിൽ വീശിയടിക്കുന്ന അദ്ദേഹത്തിന്റെ ഈ കൃതിയിലെ മസൂരി എന്ന ഒരു സാഹചര്യത്തിൽ ഈശി ഒരു ഘട്ടത്തിൽ ഈ സെബാസ്റ്റ്യൻ പുണ്യാളന്റെ സഹോദരിയാണ്, ക്രൈസ്തവ സെബാസ്റ്റ്യൻ പുണ്യാളന്റെ സഹോദരിയായി ഹൈന്ദവ കാളി വിഭാവനം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇത് വളരെ വേറൊരു ലോകത്തേക്ക് മാറുകയാണ്. ഇതുപോലെയുള്ള മതത്തിന്റെ ദേശത്തിന്റെ എല്ലാ അതിരുകളിൽ നിന്നും ഇത് കുതറി മാറുകയാണ്. അത് നാം കാണുന്ന, അപ്പോൾ നാം മനസ്സിലാക്കുന്ന ഒരു ബോധം, യഥാർത്ഥ ബോധം നേരത്തെ ഈശിക്കുണ്ടായിരുന്നതാണോ, ഇതാണോ യഥാർത്ഥ ബോധം എന്ന ഒരു പ്രഹേളിക മാത്യൂസ് എപ്പോഴും സൃഷ്ടിക്കുന്നുണ്ട്. എല്ലാ സമയത്തും നോൺ ലീനിയറായി, രേഖീയമല്ലാതെ സ്ഥിരമായി ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അദ്ദേഹം കഥ പറയുക ലക്ഷ്യം വെക്കുന്നേയില്ല. നേരത്തെ പറഞ്ഞതുപോലെ കഥ പറയാൻ വേണ്ടി നോവൽ എഴുതുന്നില്ല. അനുഭവ ഗ്രന്ഥങ്ങളുടെ അതിലൂടെയുള്ള ഒരു കടത്തിവിടലാണ്. ആ കടത്തിവിടലിൽ നാം എങ്ങനെ ആ അനുഭവങ്ങളെ സംശീകരിക്കുന്നു, അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ അത് നമ്മളെ സൃഷ്ടിക്കുന്നു. ആ അർത്ഥത്തിലുള്ള ഒരു ദ്രവാത്മക വ്യക്തിയിലേക്ക് എത്തുമ്പോൾ അത് ആ വ്യക്തിയുടെ അനുഭവങ്ങളുമായി ബന്ധപ്പെട്ട ഒരു നവരൂപം സ്വീകരിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു സാഹചര്യം ആ എഴുത്ത് പദ്ധതിയിലുണ്ട് എന്ന് പറയുന്നത്. അത് ഇതേ ഇരുണ്ട അദൃശ്യമായ ഒരു സമൂഹത്തിന്റെ അവസ്ഥയുടെ എല്ലാം ഒരു തുടരെഴുത്ത് പോലെ കാണേണ്ടി വരും. ഈ പറഞ്ഞ അടിയാളപ്രേതം എന്ന അദ്ദേഹത്തിന്റെ നോവൽ ഞാൻ പെട്ടെന്ന് അത് പൊതുവായി പറയുകയാണ്, കാണായ്മയിലേക്ക് വരുന്നതിന്റെ ഒരു ആമുഖം പോലെ ദീർഘിപ്പിക്കുന്നില്ല. അതിലും ഇതേപോലെ പറങ്കിയുടെ അടിമയായിട്ടുള്ള കാപ്പിരി, പറങ്കി ഒളിപ്പിച്ച നിധിയുടെ കാവൽക്കാരനായി നിന്ന കാപ്പിരി, ആ കാപ്പിരി ചതിക്കപ്പെടുന്നതിന്റെയും വഞ്ചിക്കപ്പെടുന്നതിന്റെയും അതിന് കാവൽ നിന്ന് അതിന് അദ്ദേഹത്തിന് അല്ലെങ്കിൽ കാപ്പിരിക്ക് അവസാനം കിട്ടുന്ന പ്രതിഫലത്തിന്റെയും ഒക്കെ ഏറ്റവും ദുഃഖഭരിതമായ ഒരുപക്ഷെ വിശ്വാസത്തെ ചതി കൊണ്ടും വഞ്ചന കൊണ്ടും അതിന്റെ കഠിനമായ വേദന ആഴ്ന്നിറങ്ങിയ അവസ്ഥയിൽ ഈ കൃതി നിൽക്കുമ്പോൾ ആ അടിയാളപ്രേതം എന്നത് അദൃശ്യനായ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ മുഴുവൻ പ്രതിനിധാനം പോലെ ഈ കഥാപാത്രത്തിന്റെ വേദന തിങ്ങി നിൽക്കുന്നു. അങ്ങനെ എപ്പോഴും ഇരുണ്ട വശത്തേക്ക് മാറ്റി നിർത്തപ്പെട്ടവരുടെ ഒരു ചിത്രീകരണവും എല്ലാമായി അറിഞ്ഞോ അറിയാതെയോ പി എഫ് മാത്യൂസിന്റെ എഴുത്ത് അവരെ ആഖ്യാനം ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഒരു നരേറ്റീവ് എല്ലാ സമയത്തും എന്താ പറയുക, തീർച്ചയായിട്ടും അദ്ദേഹം വളരെ സ്പോണ്ടേനിയസ് ആയി അങ്ങനെ എഴുതുന്ന ഒരു എഴുത്തുകാരനാണ്.